എല്ലാവരും താത്വികമായ ഒരു അവലോകനത്തിന്റെ തിരക്കിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണഞ്ചിപ്പിക്കുന്ന വിജയായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാകുക. കണ്ണഞ്ചിപ്പിക്കുന്ന വിജയായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാകുക. കണ്ണഞ്ചിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു കണ്ണഞ്ചിപ്പിക്കല്. UDF തികഞ്ഞ സന്തോഷത്തിലാണ്. ജനങ്ങൾ, കേരള ജനത ഞങ്ങൾക്കൊപ്പം അതിശക്തമായ പിന്തുണ നൽകി ഞങ്ങളെ വിജയിപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല. അപ്പം ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ്. തോൽവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു തോൽവി. ഒരു ഭാഗത്ത് UDFന്റെ കണ്ണഞ്ചിപ്പിക്കല്, മറുഭാഗത്ത് NDAയുടെ കണ്ണഞ്ചിപ്പിക്കല്. ചന്ദ്ര, നിനക്ക് പറയാനുള്ളത് പറ. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിങ്ങൂറ്റിയേ. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാ. LDFന്റെ അടിത്തറയിൽ കാര്യമായ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് പരിശോധിക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ 5 കോർപ്പറേഷനുകൾ ഭരിച്ച LDF ഇത്തവണ കോഴിക്കോട് മാത്രമാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. എന്നാൽ അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടോ? അതുമില്ല. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പോഴും ഗോവിന്ദ മാഷ് താത്വിക അവലോകനം കിട്ടുന്നു. സഖാക്കളെ, നമ്മുടെ അടിത്തറ ഇപ്പോഴും ഇളകിയിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലും നമ്മൾ കാണാത്ത കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതും ഒരു താത്വിക അവലോകന കണ്ണിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? മാഷ് പറയും. LDFനെ പരാജയപ്പെടുത്താൻ BJP വോട്ടുകൾ UDFനും തിരിച്ച് UDF വോട്ടുകൾ BJPക്കും ലഭിച്ച നിരവധി സംഭവങ്ങൾ. അങ്ങനെ വരട്ടെ, മനസ്സിലായില്ല? പറഞ്ഞുതരാം. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. തോൽവി തന്നെ, അത് തോറ്റത്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? വിപ്ലവ തിയറികൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ നല്ല നാടൻ സ്റ്റൈലിൽ പറഞ്ഞുതരാം. ഓക്കെ ആണോ? നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. എങ്ങനെയുണ്ട് ഈ അവലോകനം? നാടൻ ഭാഷയാണേ, നാടൻ ഭാഷ. നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഇതുമാതിരി പറപ്പ് കൊടിയെന്ന് പറയും. തിരിച്ചതാണോ ഞങ്ങളുടെ സഖാക്കളുടെ പെൻഷൻ കാശ്? അങ്ങാടി തോറ്റ അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. സഖാക്കളുടെ പെൻഷൻ കാശാ? അത് ജനങ്ങളുടെ കാശും ജനങ്ങളുടെ അവകാശം എന്ന് ചോദിച്ചാൽ ആരും വേണ്ട. ഇവിടെ ഇങ്ങനെയാണ്. പിന്നെ ഇത് ഇലക്ഷൻ സ്റ്റണ്ട് ആണോ എന്നൊക്കെ ചോദിക്കും. അത് പിന്നെ അങ്ങനെ തന്നെയാണെന്ന് ഇവിടെ ആർക്കും അറിയാൻ പാടില്ലാത്തത്. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാ പറഞ്ഞത്. വർമ്മ സാറുണ്ടെങ്കിൽ സമയം പോണതറിയില്ല. നാവിടുത്ത തമാശ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ? ആദ്യമേ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ അറിയോ? തോറ്റു എന്ന് CPM ഒന്ന് ബോധ്യപ്പെടുത്താനാണ് നമുക്ക് വലിയ പാടാണ്. താത്വികമായ വിശകലനം ചെയ്ത് തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചെന്ന് വേണേ സമർത്ഥിക്കാം. അതൊന്നല്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ UDF മിന്നിച്ചു, NDA പല ചരിത്ര നേട്ടങ്ങളും ഉണ്ടാക്കി. അപ്പോഴും ഞങ്ങളുടെ സഖാക്കളെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങളുടെ അടിത്തറക്കി ഒന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ വിശദമായിട്ട് ഒന്നും കൂടി ഒന്ന് പഠിച്ചോട്ടെ. ഏതെങ്കിലും ഒരു പ്രാവശ്യം തോറ്റാൽ എല്ലാം തോറ്റു എന്നോ ഒരു പ്രാവശ്യം ജയിച്ചാൽ എല്ലാം ജയിച്ചു എന്നോ കണക്കാക്കത്തില്ല എന്നുള്ളതൊരു സാമാന്യ നിയമല്ലേ? ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ലോക സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ ഞങ്ങളുടെ കോമ്രേഡ്സിനും അത്രേ പറയാനുള്ളൂ. എല്ലാം ശരിയാവായിരിക്കും. വിപ്ലവം ജയിക്കട്ടെ. അല്ല